ഇന്ത്യൻ സിനിമയിലെ പല റെക്കോർഡുകളും ഇതിനോടകം ബാഹുബലി ദ കൺക്ലൂഷൻ തിരുത്തി എഴുതി കഴിഞ്ഞു. അമീർ ഖാന്റെ പീക്ക് സൃഷ്ടിച്ച ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എന്ന റെക്കോർഡ് തിരുത്തി എഴുതാൻ 10 ദിവസം മാത്രമേ ബാഹുബലിക്ക് വേണ്ടി വന്നിരുന്നുള്ളൂ. എന്നാൽ അമീർ ഖാന്റെ ദംഗൽ ചൈനയിൽ റിലീസ് ചെയ്തോടെ ആ റെക്കോർഡ് അമീർ ഖാന്റെ ദംഗലിന് സ്വന്തമായി. പ്രഭാസ്, റാണ, അനുഷ്ക ഷെട്ടി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി SS രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി ദ കൺക്ലൂഷൻ മലയാളത്തിലെയും ചില കളക്ഷൻ റെക്കോർഡുകളൊക്കെ തിരുത്തി എഴുതി കഴിഞ്ഞു. വളരെ പാടുപെട്ടാണ് മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ, മോഹൻലാലിന്റെ പുലിമുരുകന്റെ ആദ്യ ദിവസത്തെ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ചത്. 4,31,00,000 രൂപയായിരുന്നു ആദ്യ ദിവസം ഗ്രേറ്റ് ഫാദർ നേടിയെടുത്തത്. ബാഹുബലി 2 റിലീസ് ചെയ്യുന്നത് വരെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് ഡേ കളക്ഷൻ നേടിയ ചിത്രം ദ ഗ്രേറ്റ് ഫാദർ ആയിരുന്നു. എന്നാൽ 6 കോടി നേടി ബാഹുബലി 2 ആ റെക്കോർഡ് പൊട്ടിച്ചുകൊടുത്തു. വാരാന്ത്യം അവസാനിച്ചപ്പോൾ 3 ദിവസത്തെ പ്രദർശനത്തിലൂടെ ബാഹുബലി ദ കൺക്ലൂഷൻ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 19 കോടി രൂപയായിരുന്നു. 4 ദിവസം കൊണ്ട് 15 കോടി നേടിയ ദ ഗ്രേറ്റ് ഫാദർ ആയിരുന്നു അതുവരെ മികച്ച വീക്കെൻഡ് കളക്ഷൻ നേടിയ ചിത്രം. 12 കോടിയായിരുന്നു പുലിമുരുകന്റെ ആദ്യ വാരാന്ത്യത്തിലെ കളക്ഷൻ. പുലിമുരുകനായിരുന്നു മലയാളത്തിൽ ഏറ്റവും വേഗം 10 കോടിയും 20 കോടിയും 30 കോടിയും ക്ലബിലേക്ക് കയറിയ ചിത്രം. എന്നാൽ ഈ റെക്കോർഡുകൾ മാറ്റി എഴുതാൻ ബാഹുബലിക്ക് അധിക സമയം ഒന്നും വേണ്ടി വന്നിരുന്നില്ല. 2 ദിവസം കൊണ്ട് ബാഹുബലി 2 കേരളത്തിൽ 10 കോടി ക്ലബിലേക്ക് കടന്നു. 4 ദിവസം കൊണ്ട് 20 കോടിയും 7 ദിവസം കൊണ്ട് 30 കോടിയും 10 ദിവസം കൊണ്ട് 40 കോടിയും കടന്നു കഴിഞ്ഞു. കൊച്ചി മൾട്ടിപ്ലക്സിൽ പുലിമുരുകൻ സൃഷ്ടിച്ച റെക്കോർഡും ബാഹുബലി തന്നെയാണ് തിരുത്തി എഴുതിയത്. 5 ദിവസം കൊണ്ട് 1 കോടിയും 11 ദിവസം കൊണ്ട് 2 കോടിയുമാണ് ബാഹുബലി കൊച്ചി മൾട്ടിപ്ലക്സിൽ നിന്നും മാത്രം നേടിയെടുത്തത്. 8 ദിവസം കൊണ്ടാണ് പുലിമുരുകൻ കൊച്ചി മൾട്ടിപ്ലക്സിൽ 1 കോടി നേടാൻ കഴിഞ്ഞത്. 2 കോടി നേടാൻ 14 ദിവസം പുലിമുരുകന് വേണ്ടി വന്നു. എന്നാൽ 42 ദിവസത്തെ കളക്ഷൻ പുറത്തുവിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 71 കോടി 40 ലക്ഷം രൂപയാണ് ബാഹുബലി 2 നേടിയെടുത്തത്. ഏപ്രിൽ 28-ന് ഇന്ത്യയിലാകെ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോഴും മികച്ച പ്രതികരണത്തോടെ പ്രദർശനം തുടരുകയാണ്. 1667 കോടിയാണ് ലോകമെമ്പാടും ബാഹുബലി 2വിൻ്റെ കളക്ഷൻ. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.